ഡോക്ടർ താർ, നമുക്ക് ഈ മരം കടപുഴകി വീണുണ്ടാവുന്ന കേടുപാടുകൾ അതിനെ പൂർണ്ണമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ഈ 2 ദിവസങ്ങളായി വരുന്ന വാർത്തയിലെ മരം കടപുഴകൽ ഏതാണ്ട് ഒരു ഏകദേശം ഒരു പകുതിയോളമെങ്കിലും നമ്മുടെ മുന്നൊരുക്കങ്ങൾ കൃത്യമായിരുന്നെങ്കിൽ തടയാമായിരുന്നതായിരുന്നില്ല ഡോക്ടർ താര? ഒരു വലിയ പരിധിവരെ തടയാമായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാറ്റ് വളരെ ശക്തമായിട്ട് വീശുന്നത് കൊണ്ട് ഈ മരങ്ങൾ വീഴുന്നത് കൊണ്ടുള്ള അപകടങ്ങൾക്ക് പുറമേ ഈ വൈദ്യുത പോസ്റ്റുകൾ താഴെ വീഴുന്നു, ഈ മരങ്ങൾ വൈദ്യുത പോസ്റ്റിലേക്ക് ചെന്ന് തട്ടി അത് താഴെ അങ്ങനെ വീഴാം. ഇങ്ങനെ ഒരുപാട് അനുബന്ധ ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അവിടെയുള്ള ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ബോധവൽക്കരണം കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായി വരേണ്ടതാണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു മദ്രസ അധ്യാപകൻ, അദ്ദേഹം വെളുപ്പാങ്കാലത്ത് പോകുമ്പോൾ ഈ വൈദ്യുത പോസ്റ്റ് താഴെ അവിടെ വീണ് കിടക്കണ്ടായിരുന്നു. അത് നാട്ടുകാരിൽ ഒരാൾ കാണുന്നു, പോലീസിനെ വിളിച്ചു വരുത്തുന്നു. അവിടെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം കൂടി, അതായത് പോലീസുകാരെ അവിടെ അറിയിച്ചില്ല എന്നുള്ളൊരു ആരോപണം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ നാട്ടുകാരുടെ ഒരു ഉത്തരവാദിത്വത്തിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഒരാൾ 1912 എന്നുള്ള എമർജൻസി നമ്പർ, അത് KSEBയുടെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, അവർ വിളിച്ചിട്ട് ആ ബന്ധപ്പെട്ട ഓഫീസിൽ ആരും ഫോൺ എടുത്തില്ല എന്നുള്ള 1912 എന്നുള്ള എമർജൻസി നമ്പറിൽ വിളിച്ചാൽ KSEBയിൽ അത് എടുത്തിരിക്കും. അത് എടുക്കണം. ആ എമർജൻസി നമ്പർ എടുത്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടി പോലും ഈ ദുരന്ത നിവാരണ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1912 ഈ നമ്മൾ ഓഫീസിലെ നമ്പറിൽ വിളിച്ചാൽ പലപ്പോഴും നമുക്ക് കിട്ടില്ല, കാരണം ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ 1912 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ അത് കിട്ടും. ഇനി അഥവാ അവിടെ കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. ഈ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും 7 ദിവസവും ദുരന്തമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. അത് 1077 എന്നുള്ള ടോൾ ഫ്രീ നമ്പർ. നമ്മൾ 2018 മുതലേ ഇത് പറയുന്നെങ്കിലും ഇപ്പോഴും ജനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ഒന്നുകിൽ അത് ഫയർഫോഴ്സ് വരണം, അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കളക്ടർ, അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് നമ്മൾ നിന്ന് പോകുന്നുണ്ട്. അത് നമ്മൾ വിലപ്പെട്ട ജീവൻ ഒരു പക്ഷേ നമ്മൾ അതിനെ ബലിയാടാക്കി. ഡോക്ടർ താര, ഞാൻ ആവശ്യത്തിൽ പറഞ്ഞോട്ടെ, അത് കുമ്പളം PWD റോഡിലാണ് ഉണ്ടായത്. ഈ അപകടം 4:30 ഉണ്ടാകുന്നു, അബ്ദുൽ ഗഫൂർ മരിക്കുന്നു. അതിലെ സങ്കടം നേരത്തെ താര പറഞ്ഞ പോലെ 3 മണിക്കും 3:30ക്കും ഇടയിൽ പോലീസ് ജീപ്പുകൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതാണ് CCTV. പിന്നെ ഒരു പോലീസുകാരൻ നേരത്തെ അവിടെ വന്ന് നോക്കുന്നുണ്ട്, അപ്പോഴും എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്. ഈ അബ്ദുൽ ഗഫൂർ വീഴുന്ന അപകടം ഉണ്ടാകും. തൊട്ടുപുറമെ ഒരു ക്ഷേത്ര പൂജാരി കൂടി വന്ന് അതിലിടിച്ച് വീഴുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പനങ്ങാട് സ്റ്റേഷനിലെ വണ്ടിയാണ് അവിടെ വന്നത്, പോലീസ് ജീപ്പാണ് അവിടെ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പോലീസുകാരൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ താര പറഞ്ഞിട്ട് നാട്ടുകാർ കൃത്യമായി ഇടപെട്ട് അവിടെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ജീവൻ നഷ്ടമാവില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന് പിന്നാലെ വന്ന ഒരു പൂജാരി കൂടി അതിലിടിച്ച് വീണ് മറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയം കുറച്ച് ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ജീവൻ എന്തായാലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു, ഒരു ജീവൻ അല്ലെങ്കിൽ ഒരാൾക്ക് പരിക്ക് വരുന്ന ഒഴിവാക്കാനും കഴിയുമായിരുന്നു. ആ സമയത്തെ നാട്ടുകാരുടെ 1-2 പ്രതികരണം ഒന്ന് കാണാം. തീർത്തും നിഷേധാത്മകമാണ്. മനുഷ്യൻ്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ ഇലക്ട്രിസിറ്റിക്കും, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരത് ചെയ്തില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഒരു കമ്പ് 2 സൈഡിൽ കമ്പ് വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. കാര്യം പോസ്റ്റ് ആയതുകൊണ്ട്, ഈ വെളുപ്പാങ്കാലത്തായതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് കൊണ്ടിട്ടാണ്, പോലീസുകാരുടെ അനാസ്ഥ കൊണ്ടിട്ട് മാത്രമാണ്, പോലീസിൻ്റെയും ഈ KSEBയുടെയും അനാസ്ഥ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആൾ മരണപ്പെട്ടത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്ക് 2 പേർക്കും കൊണ്ട് ഉറപ്പായിട്ട്. പോലീസ് ജീപ്പ് കിടക്കുന്നതുകൊണ്ട് ഞാൻ വണ്ടി സ്ലോ ആക്കുകയും അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പോസ്റ്റ് മറിഞ്ഞ് വീണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ അപകടത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത്. ഡോക്ടർ താര, ഇനിയുള്ള ദിവസങ്ങളിലേക്കും ഒരു പാഠമാണത്. കാര്യം ഈ രാത്രി സാധാരണത്തിൽ മഴ കൂടും, ചിലപ്പോൾ കാറ്റൊക്കെ അടിക്കും. പകൽ ഈ രാവിലെ ഇറങ്ങിപ്പോകുന്ന പാലുകാർ, പത്രക്കാർ, ഇതുപോലെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ കൃത്യമായി അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം എന്നൊരു പാഠം കൂടിയാണ് കാലവർഷ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഈ ദാരുണ സംഭവം. ഡോക്ടർ താര, തീർച്ചയായിട്ടും അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ഉദ്യോഗസ്ഥരും അക്കൗണ്ടബിൾ ആകുക. മന്ത്രിമാർ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും
ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വേണമല്ലോ. നമ്മൾ ഒരു ദുരന്തമുണ്ടായാൽ അതിന് ഇന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ന ചുമതല എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്ന ഒരു അടിയന്തര ഘട്ട കാര്യനിർവഹണ ഒരു ബുക്ക് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്, ഈ ദുരന്ത നിവാരണ അതോറിറ്റി. അതിൽ പോലീസിൻ്റെ, ഞാനിന്ന് ഒരു അക്കാദമിക താല്പര്യം വെച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് നോക്കി. പോലീസുകാർ ഈ KCB ഇത് പോസ്റ്റ് താഴെ വീണാൽ അത് എടുത്തു മാറ്റണം എന്നുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് വേണമെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയാം. പക്ഷെ അവർക്ക് അവിടെ ട്രാഫിക് തടഞ്ഞു നിർത്താമായിരുന്നു, അത് ഒരു മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു, അത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ഈ 1912 എന്നുള്ള നമ്പറിൽ അവർക്ക് വിളിച്ചു പറയാമായിരുന്നു, നാട്ടുകാരിൽ ആർക്കെങ്കിലും വിളിച്ചു പറയുകയും ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ അതിതീവ്ര മഴയുടെ സമയത്ത് ഇനിയും വൈദ്യുത പോസ്റ്റുകൾ ഇനിയും താഴെ വീഴാം, വൈദ്യുതി തടസ്സമുണ്ടാവാം. ഈ കാറ്റ് അടിക്കുമ്പോൾ വൈദ്യുതി തടസ്സമുണ്ടാകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആശുപത്രികൾ എന്ന് പറയുന്നത് ഈ എന്താണ്, നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു മാർഗമാണല്ലോ, ഒരു കേന്ദ്രമാണല്ലോ ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആശുപത്രികളിൽ നമ്മൾ ഈ വൈദ്യുതി തടസ്സം നേരിട്ടാൽ, ഈ കാറ്റും മഴയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ SITയിൽ നമ്മളത് കണ്ടു, ജനറേറ്റർ അപ്പോൾ സമയത്തിന് കിട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ ആശുപത്രികളും, സർക്കാർ ആശുപത്രികൾ പ്രത്യേകിച്ചും, അവിടെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോകുന്നത്. ഈ ജനറേറ്ററിൻ്റെ നമ്പർ കരുതി വയ്ക്കുക, ജനറേറ്റർ പ്രവർത്തനക്ഷമമാണ് അവിടെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി വരാൻ പോകുന്നത് അതിതീവ്ര മഴയാണ്. അപ്പോൾ ഈ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇത് കടമെടുക്കാൻ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് എടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കുന്നത് വളരെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. പക്ഷേ വരും ദിവസങ്ങൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന കാര്യം പറയുക ഡോക്ടർ താരം.